നമസ്കാരം, ഞാൻ ഡോക്ടർ നസ്ല, CMO നാസ് ക്ലിനിക്, മുക്കം, കോഴിക്കോട്. ഒട്ടുമിക്ക ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നമാണ് അമിതവണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ അമിതവണ്ണം നമുക്ക് എങ്ങനെയാണ് വരുന്നതെന്നും എങ്ങനെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് വണ്ണം കുറച്ചെടുക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇതിൽ ആദ്യം നമ്മൾ അറിയേണ്ടത് എന്തുകൊണ്ടാണ് നമുക്ക് വണ്ണം കൂടുന്നത് എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിൽ അനബോളിസം എന്ന് പറയുന്നതും കാറ്റബോളിസം എന്ന് പറയുന്ന രണ്ട് പ്രോസസ്സുകളുണ്ട്. അതാണ് നമ്മുടെ ശരീരത്തിന്. അനബോളിസം എന്ന് പറയുന്നത് ശരീരത്തിലുള്ള കോശങ്ങൾ കൂട്ടി കൊണ്ടുവരുന്നതും, കാറ്റബോളിസം എന്ന് പറയുന്നത് ബ്രേക്ക് ഡൗൺ ആയിട്ടുള്ള പ്രോസസ്സും കൂടിയാണ്. കാറ്റബോളിസം നടന്നാൽ മാത്രമേ നമ്മൾക്ക് അധികമായിട്ടുള്ള ഫാറ്റ് ആണെങ്കിലും ഏത് ആണെങ്കിലും അത് കുറഞ്ഞുകൊണ്ട് വരത്തുള്ളൂ. കാറ്റബോളിസം നടക്കാതിരിക്കാനുള്ള പല കാരണങ്ങളും നമ്മുടെ ശരീരത്തിൽ ഉണ്ടായേക്കാം. അതുപോലെ തന്നെ അനബോളിസം കൂടുന്ന കണ്ടീഷൻസും ഉണ്ടായേക്കാം. അപ്പോൾ അനബോളിസം കൂടുകയോ അല്ലെങ്കിൽ കൂടുതലായിട്ട് ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്തിട്ട് നമ്മൾക്ക് കൂടുതൽ വണ്ണം കൂടുക എന്നുള്ള കണ്ടീഷൻസ് ഉണ്ടാവും. അവിടെ നമുക്ക് അനബോളിസമാണ് നടക്കുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടിയ ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ കൂടുതൽ എനർജി ഉള്ള കാര്യങ്ങൾ കഴിച്ചാൽ നമ്മൾക്ക് ആവശ്യമുള്ളത് ഒരു 2000 ആണെന്ന് വെച്ചോളൂ. ആ 2000ന് കൂടുതലായിട്ട് നമ്മൾ കഴിച്ചു, 2500 കഴിച്ച് കഴിഞ്ഞാൽ ബാക്കി വരുന്ന 500 എന്ത് ചെയ്യും? അത് നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ നോക്കും. ഇത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ആദ്യം ഷുഗറായിട്ടാണ് നമ്മുടെ ബോഡിയിൽ എത്തുന്നത്. അതിനെ വീണ്ടും നമ്മുടെ ലിവർ എന്ത് ചെയ്യും? മാക്സിമം അത് സ്റ്റോർ ചെയ്ത് വെക്കാൻ നോക്കും. അവിടെ കൂടുതൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് അത് ഫാറ്റി ലിവറായിട്ട് മാറും. പിന്നെ ബാക്കിയുള്ള നമ്മുടെ ശരീരത്തിൻ്റെ അഡിപ്പോസ് ടിഷ്യൂസിൽ, നമ്മൾ ഫാറ്റ് സ്റ്റോർ ചെയ്യുന്ന ടിഷ്യൂസാണ്. അഡിപ്പോസ് ടിഷ്യൂവിൽ എവിടെയൊക്കെയാണോ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് അവിടെയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കും. അങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ഫാറ്റ് അക്യുമുലേറ്റ് ആവുന്നത്, നമ്മൾ വണ്ണം കൂടുന്നത്. പല ആളുകളിലും വയറിന് ചുറ്റുമായിട്ട് കൂടുതൽ വണ്ണം കൂടുന്നത് കാണാം. അപ്പോൾ എവിടെയാണോ കൂടുതൽ ഫാറ്റ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അവിടെ നമുക്ക് കൂടുതൽ വണ്ണം കൂടി വരുന്നതായിട്ട് കാണാം. അപ്പോൾ നമ്മൾക്കിത് എങ്ങനെയാണ് കുറയ്ക്കുകയെന്ന് വെച്ചാൽ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കലോറിയാണ് നമ്മൾ ആദ്യം കുറച്ചുകൊണ്ട് വേണ്ടത്. പകരം പല ആളുകളും ചെയ്യുന്ന ഒരു തെറ്റായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾക്ക് വേണ്ട തരത്തിലുള്ള ന്യൂട്രിയൻസും വേണ്ടാത്ത ന്യൂട്രിയൻസും ഏതാണെന്ന് മനസ്സിലാക്കാതെ മൊത്തമായിട്ട് കട്ട് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. ചില ആളുകളൊക്കെ കംപ്ലീറ്റ്ലി കാർബ് അല്ലെങ്കിൽ അന്നജം കട്ട് ചെയ്യും. ഈ അന്നജം എന്ന് പറയുന്നതും ഫാറ്റ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ പ്രോട്ടീൻ എന്ന് പറയുന്നത് മൂന്നും നമുക്ക് ആവശ്യമായിട്ടുള്ള മാക്രോ ന്യൂട്രിയൻസാണ്. മാക്രോ നമുക്ക് ഏറ്റവും കൂടുതൽ അളവിൽ വേണ്ടതാണ് നമ്മുടെ ശരീരത്തിൽ. അപ്പോൾ ധാന്യങ്ങളാണ് നമുക്ക് അന്നജം എന്ന് പറയുന്നത്. പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മൾക്ക് ഏകദേശം 25% വരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ 25 മുതൽ 30% ആവശ്യമുള്ളതാണ് ഫാറ്റ്. ബാക്കി വരുന്ന പെർസെൻറ്റേജ് ഒരു 60% നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടതെന്ന് പറയുന്നത് അന്നജമാണ്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള അന്നജം നമ്മൾ ശരീരത്തിന് കിട്ടിയില്ല എങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള പല പ്രോസസ്സുകളും നടക്കില്ല, നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ഊർജ്ജം ശരീരത്തിൽ ലഭിക്കില്ല. പക്ഷേ നമ്മൾ ഇത്രയും കാലം ഒരുപാട് അന്നജം കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അളവ് കുറയ്ക്കുന്നതിന് പകരം കംപ്ലീറ്റ് കട്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മളിപ്പോൾ എന്നും ഉച്ചയ്ക്ക്, രാവിലെ, രാത്രിയൊക്കെ അരിഭക്ഷണമാണ് കഴിക്കുന്നതെങ്കിൽ, രാവിലെ ഇഡ്ഡലി, ദോശ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ അരിഭക്ഷണമാണ്. ഉച്ചയ്ക്ക് വീണ്ടും നമ്മൾ കഴിക്കുന്നത് ചോറാണ്. രാത്രി വീണ്ടും ചോറോ ചപ്പാത്തിയോ എന്താണെങ്കിലും നമ്മൾ ധാന്യങ്ങളാണ് കഴിക്കുന്നത്. ചോറും ചപ്പാത്തിയിലൊന്നും അധികം ഷുഗറിൽ വ്യത്യാസമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അന്നജത്തിൻ്റെ അല്ലെങ്കിൽ ഊർജ്ജത്തിൻ്റെ അളവ് ഒരേപോലെയാണ് കിട്ടുന്നത്, ഏകദേശം ഒരേപോലെയാണ് കിട്ടുന്നത്, ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ, നമുക്ക് വേണ്ട ഒരു 60%-ത്തിലും കൂടുതൽ, ഒരു 80-85% നമ്മൾ കഴിച്ചു കഴിഞ്ഞു. അത്രയും നമ്മുടെ ബോഡിയിൽ ആവശ്യമില്ല. അപ്പോൾ ഈ അധികം വരുന്ന ഈ ഒരു അന്നജത്തിനെ ഷുഗറാക്കി മാറ്റിയും അത് നമ്മുടെ ശരീരത്തിൽ ഗ്ലൈക്കോജനാക്കി മാറ്റാനും അത് ഫാറ്റായിട്ട് നമ്മുടെ ശരീരത്തിൽ കൺവേർട്ട് ചെയ്ത് അത് സ്റ്റോർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാലം നമ്മൾ അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇനി വീണ്ടും 85% നമ്മൾ എടുക്കുന്നത് അല്ലെങ്കിൽ 80%-ന് മേലെ നമ്മൾ അന്നജം കഴിക്കുന്നത് കുറച്ചിട്ട് മാക്സിമം അത് ഒരു 50-ക്ക് താഴേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിക്കുക. ബാക്കിയുള്ളത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു പ്ലേറ്റിംഗ് മെത്തേഡ് ആണെങ്കിൽ 4/1 ഭാഗം മാത്രം ചോറെടുക്കുക അല്ലെങ്കിൽ അന്നജം എടുക്കുക. ബാക്കി പോർഷൻസ് നമ്മൾ പ്രോട്ടീനും കഴിക്കണം, ഫാറ്റും കഴിക്കണം. പ്രോട്ടീൻ നമ്മളെ ശരീരത്തിൽ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉണ്ടാകും. പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമുക്ക് ഇമ്മ്യൂണിറ്റി ഏറ്റവും കുറയാനുള്ള ചാൻസ് ഉണ്ടാകും. അതുപോലെ തന്നെ പല ആളുകളും പ്രോട്ടീൻ ഡെഫിഷ്യൻസി കാരണം തുടർച്ചയായിട്ടുള്ള വീക്ക്നെസ് ഉണ്ടാവുക, ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻസ് വരിക. അതുപോലെ തന്നെ പ്രോട്ടീൻ കുറഞ്ഞ് നമ്മൾ ചീർത്ത് വരുന്ന പോലെ ഉണ്ടാകും, നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് ചീർത്ത് വരുന്ന പോലെ ഉണ്ടാകും. പ്രോട്ടീൻ നമ്മുടെ ഓരോ കോശങ്ങൾക്കും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പ്രോട്ടീൻ ആയിട്ടുള്ളത് നമുക്ക് ചിക്കൻ കഴിക്കുന്നത്, മട്ടൻ കഴിക്കുന്നത്, ഏത് തരത്തിലുള്ള പ്രോട്ടീനാണ്, ഇനിയിപ്പോൾ പയറുവർഗ്ഗങ്ങളാണ്, പ്രോട്ടീൻ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. അത് രാവിലെ ആണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും രാത്രിയാണെങ്കിലും നമ്മൾ കഴിക്കണം. അതേപോലെ തന്നെ ഒരു പോർഷൻ നമ്മൾ കഴിക്കേണ്ടത് ഫാറ്റാണ്. ഹെൽത്തി ഫാറ്റ് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഹെൽത്തി ഫാറ്റായിട്ട് നമുക്ക് വെളിച്ചെണ്ണ കഴിക്കാം, നെയ്യ് കഴിക്കാം, ഇനി കോഴിമുട്ട കഴിക്കാം, ചിക്കൻ കഴിക്കാം, സീഡ്സ് വിത്തിനങ്ങൾ കഴിക്കാം,
നട്ട്സ് കഴിക്കാം, ഇതെല്ലാം കഴിക്കാവുന്ന. പക്ഷേ ഇതെല്ലാം ഒരു മോഡറേറ്റ് അളവിൽ നമ്മൾ കഴിക്കുന്നത് നല്ലതാണ്. പല ആളുകളും വിചാരിക്കും നമ്മൾ കൊഴുപ്പ് കഴിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കോഴിമുട്ട പോലെയോ ചിക്കനൊക്കെ അധികം കഴിച്ചു കഴിഞ്ഞാൽ ഇത് കൊഴുപ്പാണ് നമ്മുടെ ബോഡിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുക എന്നുള്ളത്. പക്ഷേ ഇത്രയും കാലം നിങ്ങൾ കൂടുതൽ കഴിച്ചിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ കഴിച്ചിട്ടുണ്ടാവുക എന്താണ്, ഹെൽത്തി അല്ലാത്ത ഫാറ്റുകളായിരിക്കും. നമ്മൾ നല്ല ഫാറ്റുകൾ കഴിക്കുകയാണ് നമ്മുടെ ശരീരത്തിൽ ബുദ്ധിമുട്ടില്ല. നല്ല കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ നല്ല കൊഴുപ്പ് ബാലൻസ് ചെയ്തേ പറ്റുള്ളൂ. നല്ല കൊഴുപ്പുകളാണ് നമ്മൾക്ക് കൂടുതലായിട്ട് നമ്മുടെ കോശങ്ങളുടെ ഭിത്തിയൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. ഫാറ്റ് കിട്ടണം. അപ്പോൾ ഫാറ്റ് കിട്ടിയില്ല എങ്കിൽ പലപ്പോഴും വൈറ്റമിൻസ് ലയിക്കാനുള്ള ചാൻസ് കുറവാണ്. വൈറ്റമിൻ എ, ഡി, ഇ, കെ ഈ വൈറ്റമിൻസ് എല്ലാം ഫാറ്റിൽ മാത്രം ലയിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഫാറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഉണ്ടാകും. അതുപോലെ പ്രോട്ടീൻ കുറഞ്ഞു കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ്. അതുപോലെ നമ്മൾക്ക് അന്നജം കുറഞ്ഞു കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾക്കിതെല്ലാം ബാലൻസ് ചെയ്തുകൊണ്ടുള്ള ഒരു മീലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എടുക്കുന്ന ഭക്ഷണത്തിൽ ഒരു 50% മാത്രം അന്നജം കഴിക്കുക. ബാക്കിയുള്ളതിൽ നമ്മൾ പ്രോട്ടീനും കഴിക്കണം, അതുപോലെ തന്നെ ഫാറ്റും കഴിക്കണം. പിന്നെ നമ്മൾക്ക് ഒരു പോർഷൻ വരുന്നത് നമ്മൾ കൂടുതലായിട്ട് ഒന്നുകിൽ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് കഴിക്കുക. അതേപോലെ തന്നെ നമുക്ക് കഴിക്കേണ്ട തൈര് ഉൾപ്പെടുത്തുക എന്നുള്ളത്. തൈര് എന്തിനാണ് ഉൾപ്പെടുത്തുന്നത് വെച്ചാൽ നല്ലൊരു പ്രോബയോട്ടിക്കാണ്. 2 നേരം തൈര് കഴിക്കുകയാണെങ്കിലും നല്ലതാണ്. തൈര് കഴിക്കുന്ന സമയത്ത് നമ്മളെ ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യും. നല്ല ബാക്ടീരിയാസ്, ലാക്റ്റിക് ആസിഡ് പോലെയുള്ള നല്ല ബാക്ടീരിയാസ് കിട്ടുമ്പോൾ നമ്മുടെ ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യാനും അത് കാരണം പറ്റുന്ന കാറ്റബോളിസം എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കാനും ഹെൽപ്പ് ചെയ്യും. കാരണം കാറ്റബോളിസമാണ് ബ്രേക്ക് ഡൗൺ ഉണ്ടാക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. അതേപോലെ നമ്മൾ ഡൈജഷനിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ദഹനം പ്രോപ്പറായി നടക്കുന്നതിലൂടെ നമ്മുടെ ന്യൂട്രീഷണലായിട്ടുള്ള ഇംബാലൻസുകൾ കുറയ്ക്കാനും നമ്മൾക്ക് നല്ല രീതിയിലുള്ള പോഷകം നമ്മുടെ ശരീരത്തിൽ എത്താൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിലാണ് നമുക്ക് വെയിറ്റ് ലോസ് സാധ്യമാവുള്ളൂ. അപ്പോൾ മോർണിംഗ് ഞാൻ കഴിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം ബ്രേക്ക്ഫാസ്റ്റ് നോക്കുക. രാവിലത്തെ ഭക്ഷണം നോക്കുകയാണെങ്കിൽ ആഴ്ചയിൽ 2-3 ദിവസം മാത്രം നമ്മൾ അരി ഭക്ഷണം കഴിക്കുക. അതിൻ്റെ കൂടെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളും കൂടെ ഒരു ഫ്രൂട്ടും നിർബന്ധമായിട്ടും കഴിക്കുക. അതുപോലെ തന്നെ പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ലോ ഫാറ്റ് മിൽക്ക് അല്ലെങ്കിൽ കോക്കനട്ട് മിൽക്ക്, ബദാം മിൽക്ക് പോലെയുള്ളത് കഴിക്കുക. അങ്ങനെ കഴിക്കുന്ന സമയത്ത് ഫാറ്റും നോർമലാവും, അതുപോലെ പ്രോട്ടീൻ ബാലൻസ് ആവും, അതുപോലെ തന്നെ നമുക്ക് നല്ല ഫൈബർ റിച്ച് ആയിട്ടുള്ളതും കിട്ടും. പിന്നെ കാർബ് ചെറിയ തരത്തിലാണ് കിട്ടുന്നത്. നമുക്ക് അരിഭക്ഷണങ്ങളുടെ അളവാണ് ഞാൻ പറഞ്ഞത്, വളരെ കുറച്ചെടുക്കുക. ബാക്കിയുള്ള ഡേയ്സിൽ നമുക്ക് മില്ലറ്റുകൾ ഓപ്റ്റ് ചെയ്യാം. ഏത് തരത്തിലുള്ള മില്ലറ്റ് ആണെങ്കിലും, ഓട്സ് ആവട്ടെ, റാഗി ആവട്ടെ, കിനോവ പോലെയുള്ളതൊക്കെ നമ്മൾ കഴിക്കുന്നത് നല്ലൊരു പ്രോട്ടീൻ സോഴ്സ് ആയിട്ടും കിട്ടും. കിനോവയ്ക്ക് നല്ല പ്രോട്ടീൻ സോഴ്സാണ്, അതുപോലെ തന്നെ ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവാണ്. അതേപോലെ എഗ്ഗ് കഴിക്കാം. എഗ്ഗിൽ വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ട് കഴിക്കാം, സ്ക്രാമ്പിൾഡ് എഗ് ആയിട്ട് കഴിക്കാം, സ്പാനിഷ് ഓംലെറ്റ് ഉണ്ടാക്കിയിട്ട് കഴിക്കാം. ഇതൊക്കെ ആഴ്ചയിൽ 2-3 ദിവസം ഒരു ഗ്രെയിൻസും ഇല്ലാതെ എടുക്കുക. ആ രീതിയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓൾറെഡി നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്ന കാർബിൻ്റെ അളവ് കുറയാനും പ്രോട്ടീനും അതുപോലെ ഫാറ്റും ബാലൻസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അതേപോലെ നമുക്ക് കഴിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് ബട്ടർ കോഫി. ബട്ടർ കോഫി എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ കോഫിയിൽ നമുക്ക് ബട്ടറോ അല്ലെങ്കിൽ ഗീയോ അല്ലെങ്കിൽ MCT ഓയിലോ ആഡ് ചെയ്ത് കഴിക്കുന്നതാണ്. ഇത് നമുക്ക് എപ്പോഴും വിശപ്പ് ഉണ്ടാകുന്ന ടെൻഡൻസി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ബോഡിയിലുള്ള നോർമൽ ഫാറ്റ്, ഹെൽത്തി ഫാറ്റ് ഇമ്പ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം രാവിലെ കഴിച്ച ഭക്ഷണത്തിന് ശേഷം അതൊരു സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെറിയൊരളവ് 11 o'clock കഴിക്കുക. അത് ഏറ്റവും നല്ലത്. സംഭാരം കുടിക്കുന്നത് നല്ലതാണ്. എന്തെങ്കിലും സീഡ്സ് കഴിക്കുകയാണെങ്കിൽ നല്ലതാണ് ഹെൽത്തി ഫാറ്റ് കൂടാൻ വേണ്ടിയിട്ട്. പിന്നെ 1 മണിക്ക് അല്ലെങ്കിൽ നമ്മൾ ഉച്ചയ്ക്ക് എന്താണ് ഭക്ഷണം കഴിക്കുന്നത് പ്രോപ്പർ ടൈമിങ്ങിന് കഴിക്കാൻ വേണ്ടിയിട്ടും അതിൻ്റെ കൂടെ നമ്മൾ കഴിക്കേണ്ടത് ഒരുപാട് അളവിൽ ചോറെടുക്കുന്നതിന് പകരം ചെറിയ പോർഷൻ മാത്രം ചോറെടുക്കുക. ഒരു 5-6 ടേബിൾ സ്പൂണിൽ കൂടുതലായിട്ട് ചോറ് കഴിക്കാതിരിക്കുക. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാലൻസ് ചെയ്യാൻ വേണ്ടി പ്ലേറ്റിൻ്റെ ഒരു സൈഡിൽ മാത്രം ഒരു പോർഷൻ മാത്രം ചോറെടുക്കുക. ബാക്കിയുള്ളത് പ്രോട്ടീനും ഫാറ്റും വെജിറ്റബിൾസും അതേപോലെ തൈരും ആഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ബാക്കി നമുക്ക് പറ്റുന്ന ദിവസങ്ങളിൽ കൂടുതൽ ദിവസങ്ങൾ ഒരു 4-5 ദിവസം മാത്രം ചോറ് കഴിച്ചാൽ ബാക്കിയുള്ള സമയത്ത് മില്ലറ്റുകൾ, ചെറിയ ധാന്യങ്ങൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഈവനിങ് അതേപോലെ തന്നെ ഹെൽത്തി ഫാറ്റ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി 4-5 നട്ട്സ് കഴിക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് കോഫി ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ചായ കുടിക്കുന്നത് നല്ലതാണ്. പിന്നെ നമുക്ക് 7 മണി അല്ലെങ്കിൽ മാക്സിമം 8 മണിക്ക് മുൻപായിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടും അതിൽ കൂടുതൽ ധാന്യങ്ങൾ ഉൾപ്പെടുത്താതെ അല്ലെങ്കിൽ ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് ഷുഗർ ഉള്ള ആളുകളാണ്, ഡയബറ്റീസ് ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ധാന്യങ്ങൾ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ പിന്നീട് ഫ്രൂട്ട്സ് കഴിക്കാതിരിക്കുക. ഒറ്റയടിക്ക് നമ്മുടെ ഷുഗർ കൂടാനുള്ള ചാൻസ് ഉണ്ടാകും. കാരണം പല ഫ്രൂട്ട്സിലും ഷുഗർ കൂടുതലായതുകൊണ്ട് ടോട്ടലി നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മുടെ ഷുഗർ ലെവൽ കൂടും. നിങ്ങൾ ഇനി ഫ്രൂട്ട്സ് കഴിക്കുകയാണെങ്കിൽ ധാന്യങ്ങൾ എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം ടോട്ടൽ ഗ്ലൈസിമിക് ഇൻഡെക്സ് ബോഡിയിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ രാത്രി ഏറ്റവും ഓപ്റ്റ് ചെയ്യാൻ നല്ലതെന്ന് പറയുന്നത് നമ്മൾ ചോറ് കഴിക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് മില്ലറ്റുകൾ എടുക്കുന്നതാണ്. അതേപോലെ തന്നെ ചോറ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കറുത്ത അരി അല്ലെങ്കിൽ ബ്രൗൺ റൈസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതുപോലെ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ടോട്ടൽ ബോഡിയിലുള്ള ഫാറ്റ് കുറയാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത് ബാലൻസ് ആയിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ചെയ്യേണ്ടത് രാത്രിയിൽ നമ്മൾ ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് എടുക്കുക. ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് തുടക്കക്കാരാണെങ്കിൽ 13 മണിക്കൂറിൽ സ്റ്റാർട്ട് ചെയ്യുക.
അറ്റ്ലീസ്റ്റ് 12 മണിക്കൂറാണെങ്കിലും 7 മുതൽ 7 വരെ അല്ലെങ്കിൽ 7 മുതൽ 8 മണി വരെ എന്നുള്ളത്. രാത്രി 7 മുതൽ രാവിലെ 8 മണി വരെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിലായിരിക്കുക. ഡീഹൈഡ്രേഷൻ ഇല്ലാതെ നോക്കാൻ വേണ്ടിയിട്ട് വെള്ളം ധാരാളം കുടിക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും അമിതമായിട്ട് ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഫാറ്റ് കൂടിയ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടായതുകൊണ്ടുള്ള ഫാറ്റി ലിവർ പോലെയുള്ള പ്രശ്നങ്ങൾ, PCOD പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ സ്ട്രെസ് ഹോർമോണിനെ കുറയ്ക്കുന്നത്, അല്ലെങ്കിൽ എൻഡോർഫിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് ഏറ്റവും ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നതാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യാന്നുള്ളത്. ആഴ്ചയിൽ 4 ദിവസമെങ്കിലും വർക്കൗട്ട് ചെയ്യാം. അത് നമ്മുടെ കാലറി ബേൺ ചെയ്യുന്നത് മാത്രമല്ല, നമ്മുടെ ബോഡിയിൽ പലതരത്തിലുള്ള ഹോർമോണിനെ ബാലൻസ് ചെയ്യും. PCOD ഉള്ള ആളുകൾക്ക്, അതുപോലെ തന്നെ തൈറോയ്ഡ് ഡിസീസ് ഉള്ള ആളുകൾക്ക്, ഡയബറ്റീസ് ഉള്ള ആളുകൾക്കൊക്കെ ഏറ്റവും നല്ലൊരു കാര്യമാണ്. കാരണം നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷനിൽ ഏറ്റവും ഏജ് കുറഞ്ഞ ആളുകൾക്ക് പോലും ടൈപ്പ് 2 ഡയബറ്റീസ് കണ്ടുവരുന്നുണ്ട്, അല്ലെങ്കിൽ പ്രീ ഡയബറ്റിക് കണ്ടീഷനിലൊക്കെ ആയിരിക്കും. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ എത്താതിരിക്കാൻ വേണ്ടി നമ്മൾ ഡെയിലി വർക്കൗട്ട് ചെയ്യുന്നത് നല്ലതാണ്. അറ്റ്ലീസ്റ്റ് സ്പീഡിൽ നടക്കാൻ വേണ്ടിയിട്ടെങ്കിലും ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഒരു 1 മന്ത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ വെയിറ്റ് നിങ്ങൾക്ക് ഈസി ആയിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി ഞാൻ എങ്ങനെയാണ് സാധാരണയായിട്ട് വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ കൊടുക്കുന്നതെന്ന് വെച്ചാൽ, ആദ്യം നമ്മളൊന്ന് അവരുടെ കൺസൾട്ട് ചെയ്യും. അവർക്ക് എന്തൊക്കെയാണ് അസുഖങ്ങളെന്ന് നോക്കിയിട്ട്, അവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഇപ്പോൾ ഈ പറയുന്ന പോലെ ലൈഫ് സ്റ്റൈൽ ഡിസീസോ PCODയോ ഫാറ്റി ലിവറോ ഷുഗറോ ഒക്കെ ഉണ്ടോ നോക്കിയതിന് ശേഷം, അതല്ലെങ്കിൽ പ്രസവത്തിന് ശേഷമുള്ള വെയിറ്റ് ലോസ് ആണോ വേണ്ടതെന്ന് നോക്കിയതിന് ശേഷം അവരുടെ ഹെൽത്ത് ഇവാലുവേഷൻ അനുസരിച്ചിട്ട് ഒരു ഡയറ്റ് ചാർട്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഡയറ്റീഷ്യൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് 1 മന്ത് അവർക്ക് എങ്ങനെ കഴിക്കണം, എങ്ങനെ ഭക്ഷണം കഴിക്കണം എന്നുള്ളത് ഒരു വാട്സപ്പ് ത്രൂ ആണെങ്കിലും അവർക്ക് കറക്റ്റായിട്ട് ഇൻഫർമേഷൻസ് സെൻഡ് ചെയ്ത് കൊടുക്കുക. കാരണം ഒരു ദിവസം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഫോട്ടോ സെൻഡ് ചെയ്യുകയാണെങ്കിൽ ഡയറ്റീഷ്യൻസ് നിങ്ങൾക്ക് പറഞ്ഞുതരും, ഇത് നിങ്ങൾ ഇന്ന് കഴിച്ചത് ശരിയല്ല, ഇതുപോലെയല്ല നിങ്ങൾ കഴിക്കേണ്ടത്, നാളെ കഴിക്കുമ്പോഴെങ്കിലും ഈ രീതിയിൽ മാറ്റം വരുത്തും എന്നുള്ളത്. അപ്പോൾ ഓരോ ദിവസത്തെയും ഭക്ഷണ രീതി നിങ്ങൾക്ക് മാറ്റി തരുമ്പോൾ ഒരു 1 മന്തിനുള്ളിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ് ഫോളോ ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ രീതിയിലാണ് സാധാരണ ഞാൻ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വർക്കൗട്ട് ചെയ്യേണ്ട രീതികളും അത് ട്രെയിനേഴ്സിൻ്റെ ഹെൽപ്പോട് കൂടെ ചെയ്യാമെന്നുള്ളതാണ്. സോ ആ രീതിയിൽ വെയിറ്റ് കുറയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കാണെങ്കിൽ ഞാൻ ഈ കൊടുത്ത നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതല്ല എങ്കിൽ ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. അതിന് പറ്റുന്നില്ല എങ്കിൽ മാത്രം നിങ്ങളെ കോൺടാക്ട് ചെയ്യാം. അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.